നമസ്കാരം. നമ്മളിവിടെ നോക്കുന്നത് ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ആദ്യമായിട്ട് കൊടുക്കുന്നത് 2004 കേട്ടോ. 2004 ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്ന ആരാന്ന് വെച്ചാൽ അത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. ഗുരുവായൂർ ദേവസ്വമാണ്. ആദ്യമായിട്ട് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാക്കാന്ന് വെച്ചാൽ അത് ജി അരവിന്ദാക്ഷനാണ് കേട്ടോ. ആദ്യമായിട്ട് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാക്കാണ് ജി അരവിന്ദാക്ഷൻ. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ആരാന്ന് വെച്ചിട്ടുള്ളത് ഡോക്ടർ എം ലീലാവതിയാണ് കേട്ടോ. ഡോക്ടർ എം ലീലാവതി. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ഡോക്ടർ എം ലീലാവതിയാണ്. ആദ്യത്തെ ജേതാവ് ആരംഭിച്ചത് ജി അരവിന്ദാക്ഷനാണ്. നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. 2004 ആദ്യമായിട്ട് നൽകി തുടങ്ങിയത്. ഓക്കെ. ജ്ഞാനപ്പാന പുരസ്കാരത്തിന്റെ നിലവിലെ സമ്മാനത്തുക എത്രയാണെന്ന് വെച്ചാൽ അത് 50,001 രൂപയാണ് കേട്ടോ. 50,001 രൂപയാണ് നിലവിലെ സമ്മാനത്തുക. ജ്ഞാനപ്പാന പുരസ്കാരം 2025 ലഭിച്ചതാക്കാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KP ശങ്കരനാണ് കേട്ടോ. KP ശങ്കരനാണ്. എന്നാൽ ജ്ഞാനപ്പാന പുരസ്കാരം 2024 ലഭിച്ചതാക്കാണ്. 2024 ജേതാവ് ആരംഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് കേട്ടോ. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് 2023 ലഭിച്ചത് മധുസൂദനൻ നായർ കേട്ടോ. മധുസൂദനൻ നായർക്കാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ജ്ഞാനപ്പാന പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ. ഒന്നുകൂടെ പറയാം. ജ്ഞാനപ്പാന പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് 2004 നൽകുന്നത് ആരാച്ചാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. ആദ്യത്തെ ജേതാവ് ജി അരവിന്ദാക്ഷനാണ്. എന്നാൽ ലഭിച്ച ആദ്യത്തെ വനിതയാണ് ഡോക്ടർ എം ലീലാവതി. സമ്മാനത്തുക 50,001 രൂപയാണ്. 2025 ജേതാവ് KP ശങ്കരനും 2024 ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയും 2023 മധുസൂദനൻ നായർക്കുമാണ് ലഭിച്ചത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ജ്ഞാനപ്പാന പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.